ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഗിൽഡിൻ്റെ കോ ലീഡറായ മീ ക്രോണോസ് വിളിക്കുന്ന കിടിലമ്പോഴത്തെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്കിന് വെച്ചാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇയാൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സോളോ എന്ന് പറഞ്ഞ മാപ്പിനകത്താണ്. ഈ മാപ്പിൻ്റെ അരിയും പോരി എനിക്കറിയത്തില്ല, അതുകൊണ്ട് പല സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടല്ലോ പലതിനും പല പേരായിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ട്രെയിൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനും അതേപോലെ ഉണ്ടല്ലോ പ്ലെയിൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെ എയർപോർട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഒറിജിനൽ നെയിം വെച്ചിട്ടായിരിക്കത്തില്ല ഞാൻ ഈ ഒരു മാച്ചിനകത്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഇവരുണ്ടല്ലോ ആരും ഇറങ്ങാത്തൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നു പറഞ്ഞിട്ട് എവിടെയോ ഇറങ്ങിയിട്ട് അത്യാവശ്യം കേസ് കുറേ ഗണ്ണ് കല്ലൊക്കെ വാരി പറക്കി എടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. അതായത് കേസ് എൻ്റെ ഗിൽഡിലെ എല്ലാവരും കിഡിലും പ്ലേയേഴ്സാണ് കേട്ടോ. എൻ്റെ ഗെയിം പ്ലേ നിങ്ങൾ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. സോ അത് മാത്രമല്ല കേസ് എൻ്റെ ഗിൽഡിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ഗെയിം പ്ലേയും കൂടെ നിങ്ങൾ കാണുകയാണെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. അതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എന്നോട് പലപ്പോഴും ഞാനെന്നല്ല ഏത് യൂട്യൂബർ വീഡിയോ ഇട്ടാലും അവരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ബ്രോയുടെ എച്ച്യൂട്ടി എന്ന് പറയുമോ, ബ്രോയുടെ സെൻസിറ്റിവിറ്റി എന്ന് കാണിക്കാവോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ. സോ അതൊക്കെ ചോദിക്കുന്നു പറയുന്ന സമയത്ത് അവർക്ക് തന്നെ ആഗ്രഹമുണ്ട് ഇതൊന്ന് തുറന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് അവർക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേസ് നമ്മൾ കളിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വേറൊരാളുടെ ഗെയിം പ്ലേ ഇല്ലെങ്കിൽ അത് കണ്ടിട്ട് അതേപോലെ തന്നെ എച്ച് ഡി വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഇതേപോലെ കളിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും കേട്ടോ. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ ഓരോ മാച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അതായത് കേസ് നമ്മുടെ സിറ്റുവേഷൻ ഉണ്ടല്ലോ ഒരു മാച്ച് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിനെ കണ്ടു, അവരാണെങ്കിൽ കേസ് അവിടെ കിളി പോയ പോലെ നിൽക്കുമായിരുന്നു കേട്ടോ. എന്തായാലും അവനെ തന്നെ ആദ്യം അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് അവൻ്റെ അത്യാവശ്യം ഗെന്ന് കാര്യങ്ങൾ ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കേസ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കില്ല് ഇറങ്ങിയ അവിടെ ഒരു കിളി പോയ എനിമീനെ നൈസർ കേസ് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ റെയിൽവേ ലൈനിനകത്തുണ്ടല്ലോ ഒരു എനിമി ആണെങ്കിൽ തെന്നി മാഞ്ഞ് നേരെ കയറി വരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് മാപ്പ് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അതായത് എനിമി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ലൈനില്ലേ കേസ് അതിനകത്ത് ചുമന്ന കളർ നിടന്നങ്ങ് കത്തുന്നതായിരിക്കും. സോ അവിടെ എപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് എനിമി ഉണ്ടെന്ന് കേട്ടോ. ഒരു എനിമിനെ കണ്ടിട്ട് നേരെ ഇയാളുണ്ടല്ലോ ഒരു മലയല്ല കേസ് ഒരു സ്റ്റെപ്പിന് മണ്ടയ്ക്ക് നൈസായിട്ട് കയറുന്നിട്ട് ആ മിനി ടർട്ടക്കില്ലേ കേസ് നമ്മുടെ ആ ഒരു മെഷീൻ കണ്ട്. സോ അതൊക്കെ നൈസായിട്ട് കേസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കയറി എനിമീനെ ഒരു കിട്ടിലും പോലെ വൈസം വെച്ചടിച്ച് ഒരുത്തിനെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ സോളോ വേഴ്സസ് സ്ക്വാഡ് ആയതുകൊണ്ട് ആ പെണ്ണുമ്പോൾ എന്തായാലും കേസ് ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. ഇയാളുടെ ആക്റ്റീവ് സ്കില്ലൊന്ന് സെറ്റാക്കി പവർ ആക്കിയിട്ടുണ്ടായിരുന്നു. കിടിലം പോലത്തെ സംഭവം തന്നെയാണ്. ഓസ്കാറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അതേ സമയത്ത് തന്നെ സെക്കൻഡ് എനിമിയും കൂടെ കയറുന്നുണ്ടായിരുന്നു. അവന് വെച്ച് ഡാമേജ് നോക്കിയിട്ട് പുറത്തിറങ്ങി നോക്കുന്നുണ്ട് എവിടെയാണ് അവനൊക്കെ. എന്തായാലും അവൻ ആ ഒരു അടിയും മേടിച്ച് നൈസായിട്ട് അപ്പുറത്തോട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയങ്ങളുണ്ടല്ലോ ഇയാൾ കുറച്ചൊക്കെ ലൂട്ടൊക്കെ എടുത്തിട്ട് അവനോട് പിന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എനിമി കയറി കേസ് പിന്നെ ആൾക്കാരെയും കൂട്ടി വരുവാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ എൻ്റെ മോനെ 10 HP വെച്ചിട്ട് രണ്ടെണ്ണത്തിന് നൈസായിട്ട് കേസ് അടിച്ചവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അവന്മാരെ മൊത്തം രണ്ടുപേരെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും മൊത്തം 4 കില്ല് കേസ് ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. വേറെ ലെവൽ. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വേറൊരു എനിമി കൂടെ നൈസായിട്ട് പറന്നിറങ്ങുന്നുണ്ടായിരുന്നു. ഇവന്മാർക്ക് തീർന്നില്ലേടാ എൻ്റെ പൊന്ന് കേസ്. ഇയാളാണെങ്കിൽ കളിക്കാൻ വരുന്ന സമയത്തുണ്ടല്ലോ മൊത്തം എനിമിയായിരുന്നു. എന്തായാലും M4 വെച്ചിട്ട് കിടിലം പോലത്തെ ഹെഡ് ഷോട്ടിൽ അവനെ എങ്ങനെ കഴിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി. ആ ഒരു സ്കോഡിൽ തന്നെയാണ് അവസാനത്തെ അത്താണിനുണ്ടല്ലോ ആ ഒരു വൈസം പിടിച്ച് ഞെക്കി പിടിച്ച് ആ ഒരു ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇറങ്ങിയ വാടകയ്ക്ക് ആ സ്റ്റെപ്പ് വെച്ചിട്ട് ആ സ്റ്റെപ്പിൽ കയറി വരുന്ന വൺ വേ വെച്ചിട്ട് ഇയാൾ 6 കില്ല് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവൽ ഒന്നും പറയാനല്ലോ കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കേസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കേസ് പലരുടെ വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ HUD എന്താണ് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന പലരോടും ചോദിക്കലുണ്ട്. സോ അവർ പലതും പറയും എടാ ഇതൊക്കെ വെക്കലാണ് നോർമലാണ് നിങ്ങൾ തന്നെ നോക്കിയാക്ക് എന്നൊക്കെ പറയും. അപ്പോൾ പറയുമോ പിന്നെ അവർ പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും നമ്മളെ നൈസായിട്ട് ഒഴിവാക്കുന്നതായിരിക്കും എന്നൊക്കെ കുറേ ആൾക്കാർ വിചാരിക്കും. പക്ഷേ കേസ് അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ അത്യാവശ്യം കേസ് കണ്ടില്ലേ. ഇത് നോക്കുവാണെങ്കിൽ കേസ് എൻ്റേതുമായിട്ട് ഒരു സാമ്യമില്ലാത്തൊരു HUDയും അതേപോലെ കേസ് സെൻസിറ്റിവിറ്റി എല്ലാം ആണ് അയാളുടെ. സോ എന്നിട്ടും അയാൾ നല്ല കിടിലം പോലത്തെ ഹെഡ് കയറ്റുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, ടീം വൈപ്പൊക്കെ എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ. സോ ഓരോ മാച്ച് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ കളിക്കുന്ന സമയത്ത് നമുക്കതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഫോൺ ഏതാണ്, അതേപോലെ നമ്മൾ എത്ര നന്നായിട്ട് കളിക്കും, നമ്മൾ ഏത് ഗണ്ണ് യൂസ് ചെയ്യും, നമ്മൾ ഏത് ക്യാരക്ടർ യൂസ് ചെയ്യും എന്നൊക്കെ നോക്കി നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ ഗെയിം പ്ലേ നമ്മൾ സെറ്റാക്കി എടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറും അതേപോലെ തന്നെ കേസ് നമ്മുടെ ഒരു സെൻസിറ്റിവിറ്റിയും HUDയും എല്ലാം നമ്മൾ തന്നെയാണ് ആക്കിയെടുക്കേണ്ടത്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കറൻ്റ്ലി ഉണ്ടല്ലോ ഇത്രയും നേരം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും ഇയാൾ സോളോ വേഴ്സസ് സ്ക്വാഡ് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ മൊത്തം പ്ലാനിലാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇയാളുടെ ക്യാരക്ടർ സ്കില്ല് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇയാൾ ഓൾറെഡി വെക്കുന്നത് ഓസ്കാറാണ്, അത് മാറ്റത്തില്ല. സോ ആ ഒരു സ്കില്ലുമായിട്ടുള്ള കളി ഇയാൾക്കില്ല കേട്ടോ. എന്തായാലും ആ സ്കില്ല് വെക്കുന്നുണ്ട്. അതേപോലെ കേസ് പിന്നെ വെക്കുന്ന ക്യാരക്ടർ സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ലൂണേനെ വെച്ചിട്ടുണ്ട്, പിന്നെ ലിക്വേട്ടനെ വെച്ചിട്ടുണ്ട്, അതേപോലെ കേസ് ഹയാത്തോനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ലൂണേനെ അറിയാലോ കേസ് നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് റേറ്റ് ഓഫ് ഒരു നല്ല പടക്കം പോലെ കയറുന്ന സാധനമാണ്. നമ്മൾ MP40 P90 ബൈസാക്കി യൂസ് ആണെങ്കിൽ പട്ടക്ക് നടിക്കാൻ വേണ്ടി പറ്റും. വേറെ ലെവൽ തന്നെയാണ്. റേറ്റ് ഓഫ് ഫയറിന് നല്ല സെറ്റാണ് കേട്ടോ. അത് മാത്രമല്ല ലുക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്ന സമയത്ത് സെറ്റ് സാധനം തന്നെയാണ്. അതായത് രണ്ടുപേരെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഷീൽഡ് പോലില്ല കേസ് മാക്സിമം ആയിരിക്കും. നമ്മൾ പെട്ടെന്നൊന്നും ചാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലുക്കോട്ടനെ കൂടെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു സ്ക്വാഡിൽ 4 പേരുണ്ടായിരുന്ന കേസ് ഒരു സമയത്ത് തന്നെ ഉണ്ടല്ലോ 4 പേരെയൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് സെറ്റായിട്ടുള്ള സ്കില്ലില്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് അധികം HP ഇല്ലെങ്കിൽ കുറച്ച് ഷീൽഡ് ബോൾഡൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പണി പാളും. 4 പേര് കളിക്കുന്ന പോലെ അല്ല സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമേ സീൽ വെച്ചിരിക്കുന്നത് ഹയാത്തോ ആണ്.
മെയിൻലി ഇയാൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജേട്ടൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് MB40 അതേപോലെ ബൈസൺ അതുപോലെ SMG ഗൺസാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്താകുമ്പോൾ അത്യാവശ്യം അടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ലൈഫ് കുറഞ്ഞെന്ന് വിചാരിച്ചോ, ആ സമയത്ത് തിരിച്ചടിക്കുന്ന സമയത്തുണ്ടല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമിയുടെ വെസ്റ്റൊക്കെ തുളന്നുകൊണ്ടൊക്കെ നമ്മുടെ ബുള്ളറ്റ് പോയി പെട്ടെന്ന് തന്നെ ഡാമേജ് കയറി അമ്മ ചാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നല്ല നോക്കിയും കണ്ടും വെച്ചിരിക്കുന്ന കിടിലം പോലത്തെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡിനകത്ത് കളിക്കാൻ പറ്റിയ ഒരു സ്കില്ലാണ് അയാൾ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇതേ സമയത്ത് കേസ് ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ കളിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കേസ് ലൈഫിന് ഫോക്കസ് ചെയ്യത്തില്ല, മാക്സിമം എനിമിനെ ഡൗൺ ആക്കാനുള്ളൊരു പരിപാടി എന്താണോ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിന് ഓരോരോ സ്കിൽ കോംബോ സെറ്റുകളുണ്ട്, അത് ഏതൊക്കെ വേണമെന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ എന്തായാലും ഞാൻ വഴി എപ്പോഴെങ്കിലും സെറ്റാക്കി തരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും കേസ് അത്യാവശ്യം നേരം കുറേ നേരം ഓടി മൊത്തം 6 കില്ലും 21 ഒരു സ്റ്റിൽ അലൈവും 10.3 റേറ്റിംഗും 800 കോയിനും അയാളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇയാളുണ്ടല്ലോ നൈസറി കേസ് ഉള്ള സ്ഥലത്തൂടെയൊക്കെ പോയിട്ട് അത്യാവശ്യം കോയിന് കാര്യങ്ങൾ പിടിക്കാനാണ് ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യമുണ്ട് ഇനിയിപ്പോൾ എനിമിയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പുണ്ടല്ലോ ആ ഒരു ബങ്കർ വന്നിട്ട് ഗണ്ണയ്ക്കൊന്ന് അവയ്ക്കുകയാണെന്നാണ് ഇയാളുടെ ആഗ്രഹം. ഇയാളുടെ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഉള്ള ഒരു അത്യാവശ്യം കോയിൻ കിട്ടുന്ന സ്ഥലത്തേക്കാണ് അയാൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. നൈസറി കേസ് കോയിന് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് 1200 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു ബങ്കറില്ലേ കേസ് RSL അത് തുറക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 2 അവേക്കിംഗ് ചിപ്പ് കിട്ടും കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്ത് ഗണ്ണൊന്ന് അവേക്ക് ചെയ്ത് 99 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടുന്ന അടിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇയാളുടെ ഓൾറെഡി M4A3 ആക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ബൈസണും കിടപ്പുണ്ട്. ബൈസൺ M4A3 ഇയാൾ അവസാനം വരെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയം തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും കുറേ നാളായിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു M4A1 വെച്ച് കളിക്കുക അതേപോലെ ബൈസൺ വെച്ച് എന്നൊക്കെ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോൻ്റെ അടി വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. സീരിയസ്ലി കേസ് എനിക്കറിയാവുന്ന ഗണ്ണല്ലേ എനിക്ക് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നിങ്ങളത് ആലോചിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നാളെ നിങ്ങളോട് സ്നൈപ്പർ ഗെയിം പ്ലേ കാണിക്കാൻ പറഞ്ഞ് ഞാൻ ഇഞ്ഞ വരക്കത്തെ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ ആ ഒരു സമയത്താണ് നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാരുടെ ഗെയിം പ്ലേയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ ഗിൽഡിലുള്ള 10 പേരും 10ഉം വേറെ ലെവലാണ്, വേറെ ഗെയിം പ്ലേ ആണ്, വേറെ സ്റ്റൈലാണ് അവന്മാരുടെ. സോ എല്ലാം വേറെ തന്നെയാണ്. മിക്കവാറും കേസ് ആൾക്കാരൊക്കെ വേറെ ക്യാരക്ടർ സ്കില്ലുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ എല്ലാവരുടെയും ഗെയിം പ്ലേ മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് കണ്ടതിന് ശേഷം നിങ്ങളുമായിട്ട് കുറച്ചൊരു താരതമ്യമുള്ളില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ആ ഒരു രീതിയിലുള്ള ഏതൊരു പ്ലെയറാണ് നമ്മുടെ ഗിൽഡിലുള്ളതെന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഇയാളുണ്ടല്ലോ നേരെ നോക്കുന്ന സമയത്ത് ഒരു എനിമീനോടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട്, അതായതുണ്ടല്ലോ ഒരു എനിമീനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടത്തില്ല, പുറകെ തുരത്തി പോയി പിടിക്കും. ഇതുകൊണ്ടോ ഒരു എനിമീനെ കേസ് അത്യാവശ്യം ഡാമേജ് കൊടുത്ത് M4A1 നല്ല രീതിക്ക് ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ്റെ നേരെ ഓടിപ്പോവാണ് അവനെയും കംപ്ലീറ്റ് ആക്കാൻ. അത് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല കേസ്, അതിപ്പോൾ ആരായാലും ഓടിപ്പോയിട്ട് അവനെ കംപ്ലീറ്റ് ആക്കാനേ നോക്കത്തുള്ളായിരിക്കും കേട്ടോ. എന്തായാലും അവൻ അത്രയും ഡാമേജ് കൊടുത്തതല്ലേ, എന്നാൽ പിന്നെ കയറി അടിച്ചേക്കാം, അവൻ അതും ദൂരമൊന്നും പോകത്തില്ല എന്നൊക്കെ വിചാരിച്ച് നൈസ് അടിക്കുന്നുണ്ടല്ലോ. അവനെ സ്കോപ്പ് ചെയ്ത് നോക്കി അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞാലും, അതായത് നമ്മുടെ വീഡിയോ വരെ കണ്ടിട്ട് ഇതൊരു ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് കിട്ടുന്ന പോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാക്സിമം എന്നെ കൊണ്ട് കരുത്തത്രയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നൈസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല കമൻറ്റ് ബോക്സിന് തൊട്ട് ഇപ്പോഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതും കൂടി ചെയ്ത് വിടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുന്നതും കൂടെ ആയിരിക്കും കേട്ടോ. ഒന്ന് ഹൈപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ റിഡീം കോഡ് ഇത്രയും കാലമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതും ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട്. സോ വീഡിയോൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഞാനൊരു റിഡീം കോഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ആർക്കാണ് കിട്ടുന്നത് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഫസ്റ്റ് വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അത് കിട്ടിയ ആൾ എന്തായാലും ജസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ അവരത് ഫേക്കാണൊക്കെ പറയും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു M4A1 കിടിലം പോലത്തെ ഹെഡ്ഷോട്ട് കില്ല് മിസ്സായി പോയെന്ന് എൻ്റെ അമ്മ ഏതാ അടി അടിച്ചല്ലേ. ഇയാളെ M4A1 വെച്ച് നല്ല കിടിലം പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കേസ് ആ ഒരു ലൈനിൽ കൂടി ഉണ്ടല്ലോ ഒരു എനിമി നൈസർ കേസ് തെന്നി മാഞ്ഞ് സ്ലൈഡ് ചെയ്ത് ഇയാളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും അലൈവ് 10 ആയിട്ടുണ്ട്, 10 കില്ല് എടുത്തിട്ടുണ്ട്, 11.8 റേറ്റിംഗും 200 കോയിനോടെ. കോയിനൊക്കെ എന്ത് ചെയ്ത് ഇയാൾ അതായത് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിയാണ് നൈസ് ആയിട്ടുണ്ടല്ലോ ആ ഒരു ദിമിത്രിയൊക്കെ ഇട്ട് വലിയ കാര്യത്തിൽ കയറി വന്ന അടിച്ചുറക്കി അയാളെ ലാസ്റ്റ് മെന്നായിരുന്നു ആ ഒരു സ്കോളിൽ അടിച്ച് കംപ്ലീറ്റ് ആക്കി. മൊത്തം 8 കില്ല് ഗൈസ്, 8 കില്ല് ഈ ഒരു മാച്ച് അത് ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കേസ് എല്ലാ മാച്ചിനകത്തുണ്ടല്ലോ ലാസ്റ്റ് വരെ നിന്നിട്ട് കേസ് അവസാനമാകുമ്പോഴത്തേക്കും കൂടെ കലവടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്തായാലും ഈ ഒരു സ്വഭാവം സിജോചേട്ടനുണ്ടോ ഇല്ലയോ നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഇത്രയും വരെ എത്തിയിട്ട് 9 അലേ വരെ എത്തിയിട്ട് ഈ ഒരു മാച്ച് ബോയ് അടിക്കുമോ ഇല്ലയോ, ഇത്രയും കില്ലൊക്കെ എടുത്ത് മാസാക്കുമോ നമുക്ക് നോക്കാം. അതിന് വേണ്ടി കേസ് ഞാൻ പറഞ്ഞില്ല, ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ലാസ്റ്റ് സോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവിടെയാണെങ്കിൽ ഒരു UAV ആണെങ്കിൽ കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള എനിമീസിനൊക്കെ നമ്മളെ കാണിച്ചു കൊടുക്കാനും കൂടിയാണ് ആ ഒരു UAV വന്നിരിക്കുന്നത് കേട്ടോ. ഏതായാലും ആ ഒരു സ്കാനറിനകത്ത് തന്നെ നോക്കുമ്പോഴത്തേക്കും 1 2 3 4 എനിമീസിനെ അവിടെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോനെ അവരുടെ ഗീടെ വന്നാണ് ഇപ്പോൾ കറണ്ട് ചോദിച്ചിട്ട് നിൽക്കുന്നത്. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി പോട്ടായിരുന്നു, അവനെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കി നോക്കെടുത്തു.
ആ നോക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കിയത്. ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യുന്നില്ല. കാര്യം അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അപ്പോഴത്തേക്കും ആ ഒരു കില്ല് വേറെ ഏതെങ്കിലും ക്യാമ്പുള്ളേർ കുമ്മിക്കൊണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിപ്പോൾ ലാസ്റ്റ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇയാൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഒരു നോക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല, അത് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ മാക്സിമം കേസ് പെട്ടെന്ന് കില്ലൊക്കെ ഉണ്ടല്ലോ ഒന്ന് കംപ്ലീറ്റ് ആക്കാനും ശ്രമിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കേസ് നിങ്ങളുടെ സ്കൂളിനകത്ത് ആരെങ്കിലും ആ ഒരു പ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. എന്തായാലും വരുന്ന എനിമിസിനെ നൈസായിട്ട് കേസ് ഒരുത്തരം ഓടി വരുന്നുണ്ടായിരുന്നു. M4 കിട്ടുക്കം പോലൊരു എൻ്റെ മോനെ വേറെ എന്തായാലും പിന്നെ ഇയാളുടെ ഗെയിം പ്ലേ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം ആ ഒരു മീറ്റായിട്ടില്ല കേസ്, ആ ഒരു മെഷീൻ കണ്ണ് അത് നന്നായിട്ട് കേസ് യൂസ് ചെയ്യുന്ന ഒരാളും കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാര്യം കേസ് അത് വെച്ച് എനിമിനുണ്ടല്ലോ നൈറ്റ് സ്പോട്ട് ചെയ്യാനും പറ്റും, വരുന്ന എനിമിക്ക് നല്ലതായിട്ടുണ്ടല്ലോ ഒന്ന് ഡാമേജ് കൊടുക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. തൊട്ടുപിടി നോക്കുന്ന കേസ് ഈ 3 ആൾക്കാർ മാത്രമേ അലയുള്ളൂ. എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഒരു 1v2 ഓക്കെ 1v2 എന്ന് പറയാൻ വേണ്ടി പറ്റും. അമ്മ ഒരു ടീമാണെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. എന്നാൽ തൊട്ട് മേളിലേക്ക് നോക്കുമ്പോൾ ഇത്തിരി വെള്ള ഗ്ലൂ ആൾ കാണുന്നുണ്ട്. ആ ഒരു വെള്ള ഗ്ലൂ ആളിനെ നൈസായിട്ട് കേസ് താഴെ നിന്ന് വേറൊരു എനിമി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അപ്പുറത്തെ താഴെയുള്ള എനിമിയും മേളുള്ള എനിമിയും തമ്മിലടിയാണ്. എന്തായാലും 1v1 ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും മേളുള്ള എനിമി നൈസർ കേസ് കവറൊന്നും കിട്ടാതെ ആ ഒരു മരം പ്രോപ്പർ കവർ എടുത്തിട്ട് നൈസർ കേസ് ഇയാളുടെ നൈസർ അടുത്തോടെ വന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ നക്കിയെടുത്തു എന്നൊക്കെ പറയാൻ കിട്ടിലും പോലത്തെ അടിയായിരുന്നു. പക്ഷേ കേസ് ഒക്കെ ആ ഒരു എനിമീൻ്റെ ചെയ്യുന്ന നൈസർ കേസ് കില്ലങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. വിഷയം ഒന്നും പറയാനില്ല. ആ ഒരു കില്ലങ്ങ് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം 12 കില്ല് കേട്ടോ. നമ്മുടെ 13ാമത്തെ കില്ലാണ് കേസ് മുമ്പിൽ നിൽക്കാൻ വേണ്ടി പോകുന്നത്. ആ കില്ല് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുമ്പോഴത്തേക്ക് ബൊയാ പ്ലസ് കില്ല് അത് കിട്ടുമോ നമുക്ക് നോക്കാം. എന്തായാലും മുമ്പോട്ട് നോക്കുന്ന സമയത്ത് കേസ് ആ ഒരു എനിമിയുടെയിലാണെങ്കിൽ എന്തോ വലിയ സാധനം തോന്നുന്നു കേട്ടോ. M4 വെച്ച് നല്ല കിടിലം പോലത്തെ ഡാമേജ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. മരത്തിന് പറഞ്ഞ സമയത്ത് പവർ യൂസ് ചെയ്തു. അറ്റ് ദി സെയിം ടൈം ആ ഒരു എനിമി ഉണ്ടല്ലോ നൈസർ കേസ് ഓറിയോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കവറൊക്കെ എടുത്തു. ഗ്ലൂ ആളൊക്കെ ഇട്ട് കേസ് നൈസർ ഉണ്ടല്ലോ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തോംസൺ ആണ് ഇരിക്കുന്നത്. അതേപോലെ M4 ഉണ്ട്. ഓടി വന്ന് കേസ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലൂ ആൾ പോയി കേസ് എൻ്റെ അമ്മോ. ആ ഒരു ഗ്ലൂ ഇട്ടത് ആ ഒരു എനിമിയുടെ പുറകിലായി പോയി. ഞങ്ങൾ കിടുക്കം പോലെ അടിച്ച ആ ഒരു കളി ബോയ അടിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ ബോയ മിസ്സായി കുഴപ്പമില്ല കിടും പോലത്തെ രീതിയാണ്. എന്തായാലും ബോയ അടിക്കുന്ന രീതി അപ്പോൾ സെറ്റാക്കാം. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുമെന്നുണ്ട്. ബൈ ഗൈസ്.